ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പച്ചമുളകൊക്കെ വറുത്ത് ചേർത്ത് വളരെ ഈസിയായി ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒഴിച്ചുകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഒന്ന് നമുക്ക് സ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് ഒരുപാട് മൂത്തതും അല്ല ഒത്തിരി എരിവുള്ളതും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ മുളക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എരിവ് കൂടുതലുള്ള കുറച്ച് മൂത്ത് പോയ മുളകാണെങ്കിൽ ഇതുപോലെ സ്ലിറ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള അരി കുറച്ചൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതിയാവും. അപ്പോൾ നിങ്ങളത് എരിവൊന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. രണ്ട് വശം ഇങ്ങനെ കട്ടായി പോവരുത് കേട്ടോ. ഇതുപോലെ തന്നെ സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഈ എടുത്തിട്ടുള്ള എല്ലാ മുളകും ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് മാറ്റി വെക്കണേ. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവോളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് അടുത്തതായി ഇതിലേക്ക് ഒരു ചെറിയ സവോളയും ഒരു ചെറിയ തക്കാളിയും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കേട്ടോ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് തക്കാളി വലുതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പകുതി എടുത്താൽ മതിയോ. ഈ കറിയിലേക്ക് ഒരുപാട് തക്കാളിയുടെ പുളി വരുമ്പോൾ അത്ര നന്നാവില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇത് കത്തി വെച്ചിട്ട് നല്ലതായിട്ട് പൊടിയായി അരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കാം. പക്ഷേ ഗ്രേറ്റർ ഉപയോഗിക്കരുത് കേട്ടോ, അത് അത്ര നന്നാവില്ല. ഞാനപ്പോൾ ഇവിടെ നമ്മളുടെ സവോളയും തക്കാളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു എളുപ്പത്തിൽ ചെയ്യുന്ന കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി ചൂടാക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ, ഇതൊന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഫ്രൈ ആവുന്ന വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനിപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു കളർ വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കണേ. നമ്മളപ്പോൾ പച്ചമുളക് വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉലുവയും കൂടി പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നമ്മൾ അവിയലിലൊക്കെ ചേർക്കുന്ന നല്ല ജീരകം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതും കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും അതുപോലെ ഇഞ്ചി ഉണ്ടല്ലോ, അതിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. ഒരുപാട് അങ്ങ് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടും. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കടുകും ഉലുവയും കൂടി ഒന്ന് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായല്ലേ, ആ കായത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഈ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണേ. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില ചേർക്കണം എന്നുള്ളവരാണെങ്കിൽ, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം വേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി 1 മിനിറ്റൊക്കെ വഴറ്റുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഈ മസാല മൂത്തൊരു മണം വരും കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ള കറിയല്ലേ ഇത്. ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ മിക്സിയിൽ അടിച്ചതൊന്നുമല്ല, ജസ്റ്റ് വിസ്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ അങ്ങനെ ബീറ്റ് ചെയ്താൽ മതി. മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് ലൂസായി പോകുകയെ. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഈ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുളകില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കണേ. അപ്പോൾ നമ്മൾ ആ വറുത്തെടുത്ത മുളക് ഇതിലേക്ക് ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ വറുത്തെടുത്ത പച്ചമുളകിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ തൈരിൻ്റെ ഈ ചെറിയ പുളിപ്പൊക്കെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അതുമാത്രമല്ല പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നോ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു കറിയാണിത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.